ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSFE പവർ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ സ്വന്തം ചിട്ടിയിലേക്ക് പൈസ അടയ്ക്കുക എന്നുള്ളതാണ്. KSFE പവർ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്വന്തം ചിട്ടിയിലേക്കും പൈസ അടയ്ക്കാൻ പറ്റും. മറ്റൊരാൾക്ക് വേണമെങ്കിൽ നമുക്ക് പൈസ അടച്ചു കൊടുക്കാൻ പറ്റും. മറ്റൊരാൾക്കാണ് അടയ്ക്കുന്നതെങ്കിൽ നമ്മൾ ക്വിക്ക് പേ മെത്തേഡ് സെലക്ട് ചെയ്യുക. നമ്മളുടെ സ്വന്തം ചിട്ടിയിലേക്കാകുമ്പം നമ്മളിത് ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് MPIN ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ MPIN നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ടും ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്തേരം കണ്ട വിൻഡോ ഇതാണ്. ഇതിൽ നിന്ന് മൈ ചിറ്റ്സ് ചൂസ് ചെയ്യണം. മൈ ചിറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിട്ടീൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കിട്ടും. അതായത് ചിട്ടി നമ്പർ ഉണ്ടാവും, നമ്മളുടെ ബ്രാഞ്ച് നെയിം ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതായത് പ്രോക്സി കൊടുക്കാനാണെങ്കിൽ പ്രോക്സി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പൈസ അടയ്ക്കാനാണെങ്കിൽ വ്യൂ ആൻഡ് പേ ഉണ്ട്. ഞാനിപ്പോൾ പൈസ അടയ്ക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ വ്യൂ ആൻഡ് പേ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ എൻ്റെ ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് 4500 രൂപയാണ്. അത്രയും പൈസ ഞാനിപ്പോൾ അടയ്ക്കുന്നില്ല. അതായത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ 10 രൂപ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അതായത് മിനിമം ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് അടയ്ക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത് 10 രൂപയാണ്. നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് അടയ്ക്കേണ്ട പൈസേനേക്കാൾ വളരെ ചെറിയ പൈസയാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം, യെസ് തന്നെ കൊടുക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പൈസ ഇനി വീണ്ടും ആഡ് ചെയ്യാനുണ്ടോ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രൊസീഡ് ടു കാർട്ട് കൊടുത്തു. അങ്ങനെ വീണ്ടും പൈസ ആഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക. ഇനി ഞാൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3 ഗേറ്റ് വേ ഉണ്ട്, അതായത് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ ചൂസ് ചെയ്യുന്ന ഗേറ്റ് വേ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആണ്. ഇതിൻ്റെ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായതുകൊണ്ടല്ല, ഇത് KSFEൻ്റെ ബാങ്ക് അവർ യൂസ് ചെയ്യുന്ന ഗേറ്റ് വേ ഏതാണ് എന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആണ് ചൂസ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും. ഇതിൽ നിന്ന് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പൈസ അടയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ചൂസ് ചെയ്യുന്നു. 10 രൂപ നമ്മൾ KSFEയിലേക്ക് അടയ്ക്കാൻ പോകുക എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ള ഇത് കാണിക്കും. ഇതിന് ശേഷം നമ്മൾ